ബ്രസീൽ, റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. ഇപ്പോൾ റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി അവസാനിച്ചു. അതിൽ പല പ്രസ്താവനകളും വന്നു. പ്രധാനമായിട്ടും വന്നത് ഈ പറയുന്ന ട്രംപിൻ്റെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ട്രംപ് പറഞ്ഞു ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ 10% അധിക നികുതി ഏർപ്പെടുത്തും. ഇതിനെതിരെ ആദ്യം പ്രതികരിച്ച് രംഗത്തെത്തിയത് ചൈനയാണ്. അതായത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായ മാവോനിങ് പറഞ്ഞു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല, ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴാണ് ആളുകൾ ശ്രദ്ധിച്ചത് ഷീ ജിങ് പിൻ എന്ന് പറയുന്ന ചൈനീസ് പ്രസിഡന്റ് എവിടെ പോയി. കാരണം അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം എല്ലാ ബ്രിക്സ് ഉച്ചകോടിയിലും അന്താരാഷ്ട്ര തല മീറ്റിങ്ങുകളിലുമൊക്കെ പങ്കെടുക്കുന്ന ഷീ ജിങ് പിന്നിനെ കാണാനില്ല. കഴിഞ്ഞ 2 ആഴ്ചയായി അദ്ദേഹത്തിൻ്റെ പ്രസംഗമോ ഫോട്ടോയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമോ എവിടെയും കാണാനില്ല. ഇത്രയുമൊക്കെ ആയിട്ട് ലോക മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടും ചൈനയിലെ മാധ്യമങ്ങൾ, അതായത് ഗവൺമെൻറ് മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ 12 വർഷമായി ചൈനീസ് ഭരണകൂടത്തെ കൃത്യമായി നയിച്ചുകൊണ്ടിരുന്ന ഷീ ജിങ് പിന്നിനെ മാറ്റാൻ പോകുന്നു. ഷീ ജിങ് പിന്നിന് പകരമായിട്ട് പുതിയ പ്രസിഡന്റ് ചൈനയിലേക്ക് വരുന്നു. ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് ചൈനയെ അധികാരത്തിൽ നിന്ന്, അതായത് ചൈനീസ് അധികാരത്തിലെത്തിയ അദ്ദേഹം ആ രാജ്യത്തെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർത്തി. ലോകത്തെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർത്തുന്നതിൽ ഷീ ജിങ് പിന്നിൻ്റെ പങ്ക് വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ജനപ്രീതി കുറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പഴയതുപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഷീ ജിങ് പിന്നിനുള്ള കടിഞ്ഞാൺ നഷ്ടമായി തുടങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കാൻ പോകുന്നു. ഈ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുമ്പോൾ ഷീ ജിങ് പിന്നിനെ മാറ്റി കൂടുതൽ സ്വാധീനമുള്ള, കൂടുതൽ ശക്തനായ മറ്റൊരാളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണഘടന പ്രകാരം ഒരാൾ പ്രസിഡൻ്റായിട്ട് 5 വർഷത്തെ പ്രസിഡന്റ് കാലാവധി പൂർത്തിയായി. അങ്ങനെ 2 ടേം പൂർത്തിയായാൽ പിന്നീട് അയാൾ മാറണം. പക്ഷേ 2012 ഷീ ജിങ് പിൻ അധികാരത്തിലെത്തിയതിന് ശേഷം അയാൾ ഈ ഭരണഘടന മൊത്തം മാറ്റി. മാത്രമല്ല തനിക്ക് ഇഷ്ടമുള്ള അത്രയും കാലം പ്രസിഡൻ്റായി ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഭരണഘടനയെ മാറ്റിമറിക്കും. റഷ്യയിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്താണോ ചെയ്തത് അതിന് സമാനമായ കാര്യങ്ങൾ ഷീ ജിങ് പിന്നും ചെയ്യുന്നു. അപ്പോൾ ലോകമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഷീ ജിങ് പിന്നിൻ്റെ എതിരാളികളൊക്കെ പറയുന്നത് ആഗോള പ്രസിഡൻ്റായിട്ട് ഇയാൾ ഇരിക്കുമെന്നൊക്കെയാണ്. ആ പറഞ്ഞതിനൊക്കെയാണ് ഇപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ചൈനയിലെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അടുത്ത കാലത്ത് സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രശ്നങ്ങൾ, എതിരാളികൾ സംഘടിതരായി വരുന്നത്, ഇതൊക്കെ തന്നെ ഷീ ജിങ് പിന്നിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല മറ്റ് ചില തന്ത്രങ്ങൾ ചൈനയ്ക്കുള്ളിൽ ആലോചിക്കുന്നുണ്ടോ എന്നുള്ള വാദവും ശക്തമാണ്. കാരണം ഈ ചൈനയുടെ ഇരുമ്പുമറയ്ക്കുള്ളിൽ എന്ത് നടന്നാലും അത് പുറത്തേക്കറിയില്ല. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെ പുറം ലോകം അറിയണമെന്ന് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഈ ലോക മാധ്യമങ്ങളിലൂടെ വാർത്തയായിട്ട് അവർക്ക് ലഭിക്കുകയുള്ളൂ. അത്തരം ഒരു തന്ത്രമുള്ളത് കൊണ്ട് തന്നെ ഈ ചൈനയുടെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തൈവാനെ ബലമായിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക അവർക്ക് പിന്തുണ നൽകുന്നതുകൊണ്ട് അത്തരം നീക്കം നടത്തുന്നില്ല. ഇവിടെ ഷീ ജിങ് പിൻ വിദേശ കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാജ്യാന്തര കാര്യങ്ങളിലുള്ള ശ്രദ്ധ മാറ്റിവെച്ച് ആഭ്യന്തര കാര്യങ്ങളിൽ ചില ഊന്നലുകൾ നൽകുന്നു എന്ന തരത്തിലുള്ള ഒരു ചർച്ചയും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മെയ് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പൊതുവേദിയിൽ നിന്ന് ഷീ ജിങ് പിൻ ഏതാണ്ട് പിൻവാങ്ങി നിൽക്കുകയാണ്. ഈ ബെലാറസിൻ്റെ നേതാവായ അലക്സാണ്ടർ ലുകാഷെങ്കോ അവിടെ സന്ദർശനം നടത്തി. ആ സമയത്ത് മാത്രമാണ് ഷീ ജിങ് പിൻ പുറത്തേക്ക് വന്നത്. അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച ആ വീട് കണ്ട ഒരു ഇടത്തരം വീടെന്നേ തോന്നത്തുള്ളൂ. പഴയ പോലെയുള്ള ആഡംബരമില്ല. ഈ ചൈനീസ് പ്രസിഡന്റ് പഴയ പോലെയുള്ള അംഗരക്ഷകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. അപ്പോൾ സ്വീകരിച്ചതിൽ അതിൽ പട്ടാളമായ PLAയിലുള്ള സ്വാധീനം കുറഞ്ഞു വരുന്നു. ഇതൊക്കെ തന്നെ വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ഈ ഷീ ജിങ് പിന്നിനെ ഏതെങ്കിലും കാരണവശാൽ പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും എതിർത്താൽ ഒന്നുകിൽ അവരെ ഈ പറയുന്ന പദവികളിൽ നിന്ന് നീക്കം ചെയ്യും, അല്ലെങ്കിൽ അവരെ തടവറയ്ക്കുള്ളിലാക്കും. ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഈ ഷീ ജിങ് പിന്ന് തൻ്റെ പിതാവിൻ്റെ ശവക്കല്ലറയൊക്കെ ഒന്ന് പുതുക്കി ഒരു വലിയ ഗംഭീര സ്മാരകമൊക്കെ ആക്കി മാറ്റിയിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് അതിനകത്തുണ്ടായിരുന്ന ഷീ ജിങ് പിന്നിൻ്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ എതിരാളികൾ കൂടുതൽ ശക്തമായി വരുന്നു. 2012 ഷീ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം പ്രസിഡൻ്റായിട്ട് മാറി. അതിനുശേഷം പാർട്ടി, അധികാരം, സൈന്യം എല്ലാം തൻ്റെ
ചൊൽപ്പടിക്ക് നിർത്താനായിട്ട് കൃത്യമായിട്ട് ഷീ ജിങ് പിന്നിന് സാധിച്ചു. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നു. അതായത് ഡെങ് സിയാഗോ പിങ്ങിന് അത് മുൻഗാമിയാണ് ഈ ഷീ ജിങ് പിന്നിൻ്റെ. അയാൾക്ക് എന്താണോ സംഭവിച്ചത്, അധികാര കൈമാറ്റം ഉണ്ടായപ്പോൾ ഏതാണ്ട് അതിന് സമാനമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 2022 20ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് 3ാമതും പാർട്ടി ജനറൽ സെക്രട്ടറി ആയതോടുകൂടിയാണ് ഷീ ജിങ് പിൻ തൻ്റെ അധികാരം, തൻ്റെ പദവിയൊക്കെ ഉറപ്പിച്ചു നിർത്തിയത്. ഇപ്പോൾ ഉള്ള സംഭവം എന്താ വെച്ചാൽ 2024 ആയപ്പോൾ ചൈനയിലെ GDP 4.9% കുറഞ്ഞു. അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചു വരുന്നു. മാത്രമല്ല ചൈനീസ് അതിർത്തിയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ഇടപെടൽ നിർണായകമാണ്. ഇപ്പം നമുക്കറിയാം ദലൈലാമ പുതിയ പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ പോകുന്നു. അവിടെയും ഇന്ത്യയുടെ ഇടപെടലുണ്ട്. അപ്പോൾ 2024 ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്മാറിയിരുന്നു. അപ്പോൾ ഷീ ജിങ് പിന്ന് മാറി പുതിയ ആളിനെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ചാൽ ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന മേഖലയിലും സംഘർഷ സാധ്യതയുണ്ട്. കാരണം നിലവിൽ ഇന്ത്യക്കെതിരെ ഒരു സംഘർഷത്തിന് ഒരുങ്ങുന്നത് ചൈന അത്ര ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നു. സൈനിക മേഖലയിലൊക്കെ സാമ്പത്തിക മേഖലയിലൊക്കെ ഉയർന്നു വരികയാണ്. മാത്രമല്ല പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധസമയത്ത് ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ആയുധങ്ങളെയൊക്കെ നമ്മൾ തകർത്തു. മാത്രമല്ല ഇന്ത്യ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങളുമായിട്ട് ആയുധ കരാറിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ തന്നെ ചൈനയെ വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നയതന്ത്ര മേഖലയിലും ഇന്ത്യ കുതിച്ചു വരുന്നു. മൊത്തത്തിൽ ഇന്ത്യയും ഒരു ഭീഷണിയായിട്ട് വരുമ്പോഴാണ് ഷീ ജിങ് പിൻ എന്ന് പറയുന്ന ചൈനീസ് പ്രസിഡന്റിനെ ഇപ്പോൾ കാണാനില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം ചൈനയെ അടക്കി ഭരിച്ച പാർട്ടിയെ, ഭരണത്തെ, സൈന്യത്തെയൊക്കെ സ്വന്തം കൈപ്പിടിയിലൊതുക്കിയ ഒരു നേതാവിൻ്റെ ഇറങ്ങിപ്പോക്കിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 13 വർഷം കൊണ്ട് ചൈനയെ സമ്പദ് വ്യവസ്ഥയിൽ ഉയർത്തിക്കൊണ്ടുവന്നു, ചൈനയെ ഇന്ന് കാണുന്ന പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നു എന്നീ പദവികളൊക്കെ തന്നെ ഷീ ജിങ് പിന്നിന് സ്വന്തമാണ്. നിലവിൽ ഈ ജനങ്ങൾക്കിടയിൽ സ്വാധീനം കുറഞ്ഞു വരികയാണ്, അസംതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ഈ മുരടിപ്പിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന മികച്ച മറ്റൊരു നേതാവിനെ അവതരിപ്പിക്കാനായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു. അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഒരുപക്ഷെ ആ ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്ന് വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് എത്താൻ സാധിക്കുകയില്ല. വിവരങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അറിയത്തുമില്ല. എന്തായാലും ചൈനയ്ക്കുള്ളിൽ ചില കാര്യങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം ഷീ ജിങ് പിൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റിനെ പുറത്താക്കി പുതിയ ആളെ അവരോധിക്കാനുള്ള നീക്കമാണോ എന്നാണ് സംശയിക്കപ്പെടുന്നത്. എന്തായാലും ഇതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ലോക മാധ്യമങ്ങളിലടക്കം തന്നെ ഷീ ജിങ് പിന്നെ കാണാനില്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗമില്ല, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളില്ല, അദ്ദേഹത്തിൻ്റെ വാർത്തകളില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഹോങ്കോങ്ങിൽ നിന്നുള്ള ഒരു പത്രം പറയുന്നത് ഷീ ജിങ് പിന്നിനെ എന്തായാലും മാറ്റാനായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. ഇതേക്കുറിച്ച് ചൈനയിലെ ഗവൺമെൻറ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള മീഡിയ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് എത്ര കാലം ഇങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയുമെന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ചൈനയിലെ അഭ്യൂഹങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും. ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതിൽ നിയന്ത്രണമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അകത്തെ കാര്യങ്ങൾ എന്താണെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല. ഒരു പക്ഷേ 12 വർഷക്കാലത്തെ ഭരണം അവസാനിപ്പിച്ച് ഷീ ജിങ് പിൻ പുറത്തേക്ക് വരും, പുതിയ ആൾ അധികാരത്തിലേക്ക് വരും. അതല്ല എങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ചില കണക്കുകൂട്ടലുകൾ നടത്തി ഒരു പക്ഷേ ബീജിങ് തൈവാനെ ഉൾപ്പെടെ പിടിച്ചടക്കി ചില അറ്റാക്കിംഗ് നീക്കങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണാം.